ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേണ്ടുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയും. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. റിയമോൾ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. വലിയ മോള് ലയുണ്ട് ഇവിടെ. അപ്പോൾ അവൾ 10ാം ക്ലാസ് ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലീവാണ്. അപ്പോൾ 9ാം തീയതിയാണ് എക്സാം. പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രം കഴുകിയിട്ട് വേണം ഇനി ചോറും കറികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇന്നും രാവിലെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും, പിന്നെ വൈകുന്നേരവും ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ കുറവാണ് പാത്രങ്ങൾ. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ 8:30 നമുക്ക് പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ വെച്ചിട്ട് വേഗം പോവുക ചെയ്തത്. അപ്പം ഇന്നലെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ വൈകുന്നേരവും ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ കാര്യമായിട്ടൊന്നും അങ്ങനെ പണികളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫുഡ് മാത്രം വെച്ചു. തുടയ്ക്കാനും ക്ലീനാക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരുവിധം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ മുളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു 5-6 ദിവസമൊക്കെ ആയി, ഒട്ടും മുളയൊന്നും വന്നിട്ടില്ല. അത് ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി കഴുകിയിട്ടൊന്ന് നനച്ചൊന്നും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറിന് കറി വയ്ക്കുന്നത് മോരാണ്. അപ്പോൾ മോര് കറിയും ഉള്ളിത്തോരനുമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കാണ്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചിട്ടും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുറുക്കിയെടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പം ആ കറി ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഉള്ളികളും ഇഞ്ചിയും എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് മോരുകറി അധികം തിളയ്ക്കാനൊന്നും പാടില്ല, ഒട്ടും തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്തു. പിന്നെ ഞാനിവിടെ ഉള്ളിത്തോരനാണ് വെക്കുന്നത്. 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതിന് ശേഷം പച്ചമുളകും കൂടി അരിയണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആവിയിൽ വേഗം വേവും. ഉള്ളി ആയതുകൊണ്ട് വേഗം വേവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിത്തോരൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും വീട്ടിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിത്തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളിക്കൊക്കെ നല്ല വിലക്കുറവാണ്. അപ്പം നിങ്ങളും വാങ്ങിയിട്ട് ഇങ്ങനെ ഉള്ളിത്തോരൻ വെക്കാൻ നോക്കണം. അപ്പം നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്കുള്ള നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പഴം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 പഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലയ്ക്ക, 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, 2 തുള്ളി വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഈ പഴം ജ്യൂസ് അടിപൊളിയാണ്. ഈ ചൂടുകാലത്ത് നല്ല തണുപ്പാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പഴം ജ്യൂസ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 9ാം തീയതി
പബ്ലിക് എക്സാമുള്ള ഒരു കുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നമുക്ക് കൊണ്ടു കൊടുക്കാം. അപ്പം മുഖത്തെ എക്സ്പ്രഷനൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ജ്യൂസ് കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാ ജ്യൂസ് നമ്മൾ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ലതാണോ ചോദിച്ചപ്പോൾ നല്ലതാണ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരു മുറിയേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല ചന്തവും നിറമൊക്കെ ഉണ്ട്. പക്ഷേ കഴിക്കാനായിട്ട് വലിയ മധുരമൊന്നുമില്ല. ഒരു ഭാഗം കേടുമായിരുന്നു. പക്ഷേ ഈ വർഷത്തെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പഴുത്ത ചക്കയാണ്. ഇനി ചക്കയുടെ സീസണൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തോലെല്ലാം കളഞ്ഞ് അത് അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ഭാഗമൊക്കെ കേടായിരുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചക്കയുടെ സീസണൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് നമുക്ക് കിട്ടിയതുകൊണ്ടും അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അപ്പോൾ വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ചന്തവും നിറമൊക്കെ ഉണ്ടായിരുന്നു ചക്കയ്ക്ക്. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം. അപ്പോൾ അത് അടുക്കി വയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് അടുക്കി വയ്ക്കുന്നത്. അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മളൊരു 1.5 കിലോ കപ്പ വാങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷായ കപ്പയാണ്. പിന്നെ പയർ, പച്ചമുളക്, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഒരു 200 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. ക്യാരറ്റ് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പയറൊക്കെ ഒരു കവറിലാക്കി, കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കവറിലാക്കി എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കവറിലാക്കി വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവത്തില്ല. അപ്പം കവറിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓരോ കവറിലാക്കി വെച്ചാൽ പെട്ടെന്ന് കേടാവില്ല. പിന്നെ എനിക്ക് ഒരുപാട് തുണികൾ മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മടക്കി എടുക്കുകയാണ്. അപ്പോൾ തുണി കഴുകാനും എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും വെറുപ്പും ഇല്ല. പക്ഷേ ഈ തുണി മടക്കുന്ന കാര്യം ഒരുപാട് ദേഷ്യമാണ്. അപ്പോൾ മടക്കാണ്ട് അങ്ങനെ കുറേ നേരം കട്ടിലിടും. പിന്നെ പോയി നോക്കും, പിന്നെ ലാസ്റ്റ് ആണ് മടക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.